ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രിസ്റ്റോ എന്ന ബ്രാൻഡിൻ്റെ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്കിൻ കളർ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചേർക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പകുതിയോളം ഭാഗം ചെയ്തിട്ടുണ്ട് ഫേസിൻ്റെ. അപ്പോൾ ബാക്കി ഒരു പകുതി ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ ഔട്ട്ലൈൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഔട്ട്ലൈൻ നിങ്ങൾ ചെയ്ത് നോക്കിയെന്നുള്ള കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ആ ഒരു പാർട്ടിൽ ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് ഔട്ട്ലൈൻ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നെ പോകണോ, അല്ലെങ്കിൽ കണ്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞു തരണം തന്നെയാണ്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് പറയണമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ നമ്മളൊരു ഡ്രോയിങ് വീഡിയോ കണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തരുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വരയ്ക്കാനായിട്ട് സാധിക്കുക. അപ്പം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന സാഹചര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഈ ഒരു ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് ആ ഒരു കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗമൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ട് കണ്ണിനുള്ളിലെ കൃഷ്ണമണി നമ്മൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത്, അതായത് കണ്ണിൻ്റെ ആ താഴേക്ക് വരുന്ന ഭാഗത്തും അതുപോലെ ആ ഒരു നെറ്റിയുടെയും ആ മുടിയുടെയൊക്കെ ചേരുന്ന ഭാഗത്തൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. നിങ്ങൾ ആ ഫോട്ടോയിൽ നോക്കുക. ഇപ്പോൾ ഞാൻ വരച്ച് വെച്ചേക്കുന്ന ആ ഒരു ഭാഗത്ത് കൂടുതലും ലൈറ്റ് അടിക്കുന്ന ഏരിയാസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലൈറ്റ് ഷെയ്ഡാണ് കൂടുതലും കൊടുത്തേക്കുന്നത്. അപ്പം ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് അവിടെ കൂടുതലും ഷാഡോസ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പം നമ്മൾ ആദ്യം സ്കിൻ കളർ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ ഈ ഒരു ബ്രൗൺ കളർ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ കൂടെ രണ്ടാമത് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതലായിട്ടും ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഒരു ലെയറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ഒരു കളർ ഉപയോഗിച്ച് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ലെയർ ചെയ്ത് നമ്മൾ ആ ഒരു കളർ അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ ആ ഒരു ഭാഗം വരയ്ക്കുന്ന സമയത്ത് ആ ചെറിയൊരു ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് അവിടെ വരുന്നുണ്ട്. അത് നിങ്ങൾ ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അത്രയും ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിന് ചുറ്റുമുള്ള ഭാഗമൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മൂവിയിൽ തന്നെ ഇപ്പം 2-3 ഡ്രോയിങ് ആയി അടുത്തടുത്ത് തന്നെ ചെയ്യുന്നു. അപ്പം ഇപ്പോൾ ആ ഒരു മൂവിയുടെ ആ ഒരു സമയം ആയതുകൊണ്ട് കുറച്ചൊന്ന് റീച്ച് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് കൂടെ കൊണ്ട് ഞാൻ ഈ ഒരു മൂവിയിലെ ഡ്രോയിങ് നിർത്താനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇനിയും ഈ ഒരു മൂവിയിൽ ഡ്രോയിങ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ചെയ്യാൻ മടിയൊന്നുമില്ല, കാരണം എനിക്ക് വിജയ് വരയ്ക്കുന്നത് വലിയ ഇഷ്ടമായതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ആ ഇഷ്ടം കൊണ്ട് വീണ്ടും വീണ്ടും വരയ്ക്കില്ല. അപ്പം ഈ ഒരു ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഞാൻ ചെയ്തേക്കുന്ന വിജയുടെ ഡ്രോയിങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് ഫിനിഷ് ആക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ടുകൂടെ ചെയ്യുന്നതാണ്. പിന്നെ ഈ മൂവി ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 ഡ്രോയിങ്ങുകളും ഈ ഒരു മൂവിയിൽ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഒരു ഇതായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കളർ പെൻസിൽ ഡ്രോയിങ് കൂടെ നമുക്ക് ഈ ഒരു മൂവിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയും ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അറിയിക്കുക. ഇനി വേണമെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആരെ വരയ്ക്കാനാണ് കമൻറ്റ് ഇടുന്നത് ആ ഒരു ആളായിരിക്കും നമ്മൾ അടുത്തായിട്ട് വരയ്ക്കുക. അപ്പം ഞാൻ ഓരോ കമൻറ്റും എടുത്ത് നോക്കാറുണ്ട്. അപ്പം ഓരോന്നും വരയ്ക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ഞാൻ ആ കമൻറ്റൊക്കെ റിപ്ലൈ കൊടുക്കാറുമുണ്ട്. പിന്നെ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയ്ഡിങ്ങൊക്കെ നല്ല ബുദ്ധിമുട്ടായി തോന്നാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് അങ്ങനെ തോന്നി. ഞാനിപ്പോൾ പറഞ്ഞ കളർ പെൻസിൽ ഡ്രോയിങ് നല്ല രീതിയിൽ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ വരച്ച് പഠിക്കുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും നമ്മളത് വേണമെന്ന് വെച്ച് മാറ്റി വെക്കാണ്ട്, അതായത് നമുക്ക് പറ്റില്ല എന്ന് കരുതി നമ്മൾ മാറ്റി വെക്കാണ്ട് വരച്ച് നിങ്ങൾ പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങളോട് കമൻറ്റ് വഴി ഓരോ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പെൻസിൽ ഡ്രോയിങ് കൂടുതലായിട്ടും പഠിക്കാൻ താല്പര്യമുണ്ടോ, കൂടുതലായിട്ടും അങ്ങനെയുള്ള വീഡിയോസ് ഈ ചാനൽ ഉൾപ്പെടുത്തിയിട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് പലരും പെൻസിൽ ഡ്രോയിങ് ആണ്, അതായത് സാധാ ഡ്രോയിങ് ആണ് കൂടുതലും ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പം കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പം പലരും ആ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ച് തീർച്ചയായും നിങ്ങൾ ആ ഒരു ഡ്രോയിങ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തെറ്റിപ്പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, അതൊരു കുഴപ്പമില്ല കാര്യമല്ല. നമുക്ക് വീണ്ടും വരയ്ക്കാനുള്ളൊരു അവസരമുണ്ട്, സമയമുണ്ട്. അപ്പം കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാനും വരച്ച് വരുന്ന സമയത്താണ് എനിക്കും തോന്നുന്നത് കളർ പെൻസിൽ ഡ്രോയിങ് ഞാൻ കുറച്ചുകൂടെ നേരത്തെ തന്നെ വരച്ച് തുടങ്ങേണ്ട ഒരു കാര്യമായിരുന്നു എനിക്ക് മനസ്സിലായത്. കാരണം നമുക്കിത് വരച്ച് ഒരു ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരയ്ക്കാനുള്ളൊരു നമുക്കിത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും പിന്നെയും നമ്മൾ കൂടുതലായിട്ടും ചെയ്യാൻ പോവുക കളർ പെൻസിൽ ഡ്രോയിങ് ആയിരിക്കും. കാരണം ആ ഒരു ചിത്രം തന്നെ വേറെ ലെവലായിട്ട് നമുക്ക് തോന്നും. നമ്മളൊരു സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് ഫിനിഷായി കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വിശ്വാസം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം കൂടുന്ന തോറും നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു ഡ്രോയിങ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ തീർച്ചയായും കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് നോക്കുക. ഒരു തവണ പോലും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു തവണ ചെയ്തൊന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വീണ്ടും കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്.
സ്കിൻ കളർ കിട്ടാൻ വേണ്ടി നമുക്ക് കുറേ ഷെയ്ഡ് ചെയ്യേണ്ടി വരും. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ കുറേ ലെയർ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് GSM കൂടി പേപ്പറാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 210 GSM കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ വരച്ചുകൊണ്ട് 210 GSM പേപ്പറിലാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സ്പീഡിലൊന്നും അല്ല കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഡ്രോയിങ് ഷെയ്ഡിങ്ങൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പീഡിലൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നേ. പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഷാഡോസ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കണ്ണിന് ചുറ്റും വരുന്ന ഭാഗത്ത്, അതുപോലെ നേരത്തെ പറഞ്ഞാൽ കണ്ണിൻ്റെയും പിന്നെ ആ ഒരു കണ്ണിൻ്റെ പിരികം ചേരുന്ന ഭാഗത്ത്, അതുപോലെ മുടിയും ആ നെറ്റിയും കൂടെ ചേരുന്ന ആ ഭാഗത്ത് നിങ്ങൾ ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും കറക്റ്റായിട്ട്. നിങ്ങൾ ആ ഫോട്ടോ വരയ്ക്കുന്ന സമയത്ത് ആ ഫോട്ടോ നല്ല രീതിയിൽ സൂം ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ഓരോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളെപ്പോഴും ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലാരിറ്റിയുള്ള ഇമേജ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഡ്രോയിങ് എന്നല്ല, ഏത് ഡ്രോയിങ് നിങ്ങൾ ചെയ്യുവാണെങ്കിലും വരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ഇമേജ് നല്ല ക്ലാരിറ്റി ഉള്ളത് നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സൂം ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അതിനകത്ത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ലാരിറ്റി കുറഞ്ഞ ഇമേജ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫേസിലും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഈ ഫിൽറ്ററൊക്കെ ഇട്ട ഫോട്ടോസില്ലേ, അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ നമുക്കിപ്പം വരയ്ക്കാൻ കിട്ടുന്ന സമയത്താണെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയുള്ള ഇമേജ് തരിക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഡ്രോയിങ് അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മിക്കവരും തരുന്ന ഫോട്ടോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫിൽറ്റർ ഇട്ട ഫോട്ടോസൊക്കെ ആയിരിക്കും തരുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, അതിൻ്റെ അകത്ത് നമുക്കൊന്നും തന്നെ കിട്ടത്തില്ല. ഫേസിൽ ഒരു കാര്യം നമുക്ക് ഡീറ്റെയിൽ ചെയ്യാനൊന്നും കിട്ടത്തില്ല. നിങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ വരച്ചെന്ന് ഇതൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കും വർക്കൊക്കെ കിട്ടും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നിങ്ങളും ഇതുപോലെ നല്ല ക്ലാരിറ്റിയുള്ള ഇമേജ് തരാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ആ കണ്ണിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കവിളിൻ്റെ ആ ഭാഗം. പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതായത് ആ താടി വരുന്ന ആ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡ് കൊണ്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു സ്കിൻ കളർ ഉപയോഗിച്ച് ഫുള്ളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ആ ഒരു ഭാഗത്ത്, അതായത് കൂടുതലായിട്ടും ഷാഡോസ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഈ ഒരു ആദ്യം ഒരു ലെയർ കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നും അങ്ങനെ കാണാനില്ല, കളർ കാണാൻ മാത്രമൊന്നും ഇല്ല. ഒരു ലെയർ ചെയ്തിട്ടൊന്നും നമുക്ക് കാര്യമില്ല. നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഓരോ ലെയർ ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു കളർ നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത സമയത്താണെങ്കിൽ പോലും എൻ്റെ കയ്യിലുള്ള കളർ കറക്റ്റായിട്ട് മാച്ചിങ് ആവുന്നുണ്ട്. അപ്പം അതായത് നമ്മുടെ സ്കിൻ കളർ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഫോട്ടോയിൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി എളുപ്പമുണ്ട്. അപ്പോൾ ചില ഫോട്ടോ നേരത്തെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഫോട്ടോസ് കിട്ടുന്ന സമയത്ത് ചില സ്കിൻ കളറൊന്നും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോയും നമ്മൾ വരച്ച ആ ഒരു ഇമേജും വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ഡിഫറൻസ് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഉള്ള കളേഴ്സ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ആ ഒരു കളർ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സ്കിൻ കളർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫോട്ടോ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്കിൻ കളർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വരച്ച് കുറച്ചൊന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒന്ന് ഇമ്പ്രൂവ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കും ഈ പറഞ്ഞ ആദ്യമൊക്കെ ഈ പറഞ്ഞ നല്ല ബുദ്ധിമുട്ടായിരുന്നു കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം ആദ്യം നമ്മൾ ചെയ്ത് തുടങ്ങിയ ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഇല്ല. കാരണം ഞാനൊന്ന് ഇതായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ച് ഡ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഐഡിയ ഒക്കെ കിട്ടും. എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഒരു ഫോട്ടോ കിട്ടി കഴിയുമ്പോൾ നമുക്കത് എവിടെ നിന്ന് വരച്ച് തുടങ്ങണം, അല്ലെങ്കിൽ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് തന്നെ സ്വയമേ ഉണ്ടാവും. കാരണം നമ്മൾ വരച്ച് വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്കത് മനസ്സിലാകത്തില്ല. നമ്മൾ ഓരോ ഡ്രോ ചെയ്യുന്നതനുസരിച്ച് നമുക്കത് മനസ്സിലാകത്തുള്ളൂ. കാരണം നമ്മൾ പഴയ ആ ഡ്രോയിങ് നമ്മളിപ്പോൾ ചെയ്ത ഡ്രോയിങ് നമ്മൾ വെച്ച് നോക്കുന്ന സമയത്താണ് നമുക്ക് എത്രമാത്രം ഇമ്പ്രൂവ് ആയി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയ്ക്കൊന്നും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പം എത്ര പേര് അത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു കഴിവ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന് സമയം കണ്ടെത്താനും കഴിയും. അപ്പം എത്ര പേര് അത് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ മിക്ക വീഡിയോയ്ക്ക് ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അല്ലെങ്കിൽ വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ പറയുന്നത്. പക്ഷേ പലരും അങ്ങനെ കമൻറ്റ് ചെയ്തൊന്നും കാണാറില്ല. കൂടുതൽ പേരും ഡൗട്ട് ചോദിക്കാറുണ്ട്. ഡൗട്ട് ചോദിച്ചിട്ട് പോകുന്നല്ലാണ്ട് ഇന്ന പാർട്ട് ചെയ്ത് നോക്കി അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റി എന്നുള്ള കാര്യങ്ങളൊന്നും ആരും അങ്ങനെ കമൻറ്റ് ചെയ്ത് കാണാറില്ല. പിന്നെ ഇപ്പം ഒത്തിരി പേര് ഡ്രോയിങ്ങിലേക്ക് വരുന്നുണ്ട്. അത് തന്നെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡ്രോയിങ് നമുക്ക് പഠിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആ ഒരു ആഗ്രഹമായിട്ട് വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. നമുക്ക് ചെറിയൊരു കഴിവുണ്ടെങ്കിൽ പോലും നമ്മളതൊന്ന് വളർത്തിക്കൊണ്ട് വന്ന് നമുക്കത് വിജയിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്.
അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായും മുമ്പോട്ട് വരിക. കാരണം നമുക്ക് ചെറിയ കഴിവുണ്ടെങ്കിൽ പോലും നമ്മളത് നശിപ്പിച്ച് കളയാണ്ട് അത് നല്ല രീതിക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇപ്പം പലരും എന്താ പറയുന്നത്, ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാർ പോലും ആ ഒരു കഴിവിനെ ഒന്ന് കാണാണ്ട് മറ്റ് പല മേഖലയിലേക്കും പോകുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുക. അതിൽ എന്തൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതൊക്കെ നിങ്ങൾ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അത് വഴി ഒരു വിജയം ഉണ്ടാവും. ഇപ്പം പലരും സ്വന്തം കഴിവ് കാണാണ്ട് മറ്റ് പല കാര്യങ്ങളും പഠിക്കാൻ പോകുമ്പോഴാണ് എന്താ പറയുക, അതും കിട്ടില്ല ഇതും കിട്ടില്ല എന്നായി പോകുന്നത്. അതേസമയം നിങ്ങളുടെ കഴിവിനെ ബേസ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വിജയം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അത് തീർച്ചയായും നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. കാരണം നമ്മുടെ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരയ്ക്കാൻ കിട്ടിയ ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വലിയ ഒരു കാര്യം തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതാണ് ആദ്യം വേണ്ടത്. മിക്ക വീഡിയോക്കകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരാറുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എന്താ നല്ല രീതിക്ക് ഡ്രോയിങ്ങിലേക്ക് വരാൻ വേണ്ടിയുള്ളൊരു മോട്ടിവേഷനായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാനും ഡ്രോയിങ് പഠിച്ച ഒരാളൊന്നും അല്ല. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ വരച്ച് വന്ന രീതികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നത്. അപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം കളർ പെൻസിൽ ആയിക്കോട്ടെ, മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആയിക്കോട്ടെ, ഏതിനെക്കുറിച്ചുള്ള ഡൗട്ട് ആണെങ്കിലും ചോദിച്ചോളുക. ഇപ്പോൾ കളർ പെൻസിൽ ഞാൻ ഓൾറെഡി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്കിൽ പോലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. പിന്നെ ഡ്രോയിങ് പഠിക്കാനും ഇപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. കാരണം നിങ്ങൾക്ക് ഞാൻ മോട്ടിവേഷൻ തരുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് എനിക്കൊരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തീർച്ചയായും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ആ മീശയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന നേരത്തെ പറഞ്ഞ ആ ഷാഡോസ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ആ താടിയുടെ ഭാഗം കൂടെ ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വാഴയുടെ കാര്യം വരയ്ക്കാനുണ്ട്. അപ്പം വാഴയുടെ ഉള്ളിലെ ഭാഗത്ത് ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. അപ്പം അവിടെ ഒന്ന് ബ്രൗൺ കളർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ ബേബി പിങ്ക് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ രണ്ടാമത് ബ്രൗൺ കളർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാടില്ല, ആ ഒരു കട്ടിക്ക് ഷെയ്ഡ് ചെയ്ത് വരുന്ന ഭാഗത്ത് മാത്രം ബ്രൗൺ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഈ ഒരു ബേബി പിങ്ക് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താടി വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് തന്നെ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം വേറെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ആ ഒരു ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് തന്നെ ചെയ്താലും മതി. നമുക്ക് മുടി വരയ്ക്കുന്ന ആ ഒരു പാർട്ടിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കളർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. അപ്പം എല്ലായിടത്തും തന്നെ നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. വളരെ ചുരുക്കം ചില ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ആ ഒരു കളർ ആഡ് ചെയ്താലും മതി. ബാക്കി നിങ്ങളുടെ കയ്യിൽ നല്ല രീതിക്ക് ആ ഒരു ബ്ലാക്ക് പെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെയർ ചെയ്ത് ആ ഒരു ബ്ലാക്ക് കളർ നല്ല രീതിക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിരിക്കും.